സ്വപ്ന ലോകമല്ല സ്വർഗവും നരകവും, അക്ഷരികം. അക്ഷരികം. ഹല്ലേലൂയ. ഈ ഭൂമി അക്ഷരികമെങ്കിൽ സ്വർഗവും അക്ഷരികം, നരകവും അക്ഷരികം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പാടുപെടുത്താനാണോ മനുഷ്യനെ ഉണ്ടാക്കിയില്ല? ആരും നമുക്ക് വേണ്ടി നരകമേ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും മനസ്സിലാക്കണം. ചിലർ പറയും, ഓ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോയാൽ നരകത്തിൽ പോയാൽ ആൾ വേണ്ടേ? വേണ്ട. നരകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? പിശാചിനും, ഈ മനുഷ്യനെ തെറ്റിച്ച പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. നീ അവന്റെ വാക്ക് കേട്ട് പുറകെ പോയാൽ നീ അവിടെ തന്നെ ചെല്ലും. പക്ഷെ യേശുവിന്റെ വാക്ക് കേട്ട് പുറകെ വന്നാൽ നീ നിത്യജീവങ്കിലേക്ക് ചെല്ലും. നരകത്തിന്റെ വഴികളിൽ പോകുന്ന നിന്നെ കൊണ്ടു ചെല്ലുന്ന പിശാചിനെയാണോ നീ അനുഗമിക്കുന്നത്? ഇല്ല. യേശുവിനെ നിത്യജീവന്റെ മൊഴി തന്ന് നിത്യജീവനിലേക്ക് നയിക്കുന്ന യേശുവിനെയാണോ നീ പിൻപറ്റുന്നത്? മത്തായി സുവിശേഷം 25-ാം അധ്യായം 34 എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ. 41-ാം വാക്യത്തിൽ ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. നിങ്ങൾ പിശാചിനെ സേവിച്ച്, പിശാചിനെ അനുഗമിച്ച്, പിശാചിന്റെ പ്രവർത്തികളെ ചെയ്ത് ആ നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു. ഈ പോക്കാണ് മാനസാന്തരത്തിന്റെ ആവശ്യമുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ പിശാചിൻ്റെയോട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നീ നിന്റെ മനസ്സ് തിരിഞ്ഞ് ക്രിസ്തുവിങ്കലേക്ക് വന്ന് നിത്യജീവങ്കിലേക്ക് യാത്ര ആരംഭിക്കണം. ബൈബിൾ പറയുന്നു, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. അപ്പോ ഭൂമിയിലിരിക്കുന്ന ശാപത്തിൽ, പാപത്തിൽ, നരകത്തിൽ, പിശാചിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന നിന്നോടാണ് വിളിച്ചു പറയുന്നത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക.